ഓക്കെ, ശ്രീ സേനാപതി വേണു നോക്കൂ, ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ ആരാണ് ഈ വ്യക്തിയെ, ഇത്രയും മോശം ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയെ, ഒരു സൈക്കോ ക്രിമിനലിനെ ഈ രീതിയിൽ വളർത്തിയതെന്നൊരു ചോദ്യമുണ്ടല്ലോ. AK ഷാനിബ് നിങ്ങൾക്കൊപ്പം ഉണ്ടായത്, നിങ്ങളെ വിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് പറയാം. യൂത്ത് കോൺഗ്രസിൽ ഭാരവാഹിയായിരുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭാരവാഹികളായത്. എന്നാൽ നിരവധി ബലാത്സംഗ കേസിൽ പ്രതിയായ ഇയാൾ ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെ നേരിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുകയായിരുന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പാലക്കാട്ട് സ്ഥാനാർത്ഥിയായി എഴുന്നള്ളിച്ചിറക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ കൂടെ നടന്നവർക്കാർക്കും ഇയാളുടെ ഈ ക്യാരക്ടറിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസനീയമല്ല. പാലക്കാടിന് ഭാവിയുടെ വാഗ്ദാനം നിങ്ങൾക്കൊരിക്കലും ഖേദിക്കേണ്ടി വരില്ല എന്ന് പാലക്കാട് MP പറയുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട്. ഒരു മാധ്യമത്തിനോട് പ്രതികരിച്ചത് അങ്ങനെ മറ്റ് മെറിറ്റുകൾ അട്ടിമറിച്ചുകൊണ്ട് സ്ഥാനങ്ങൾ നൽകിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത്. അതിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പൂർണ്ണമായും തെറ്റ് മനസ്സിലാക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. വയനാട്ടിലെ ചൂരൽമല ദുരന്തം പോലും വിറ്റ് കാശാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് വരെ ഈ ചതി ചെയ്ത സ്ത്രീകളിൽ നിന്ന് വരെ പണപ്പിരിപ്പ് നടത്തിയിരിക്കുന്നവനെ ഇനിയും ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുമോ? അതിന് വഴിവെച്ചവർക്ക് കൂടി എതിരെ നടപടി വേണ്ടേ? അല്ല, ഇവിടെ ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നത്, എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ നേതാവായത്? എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും വരുന്നതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വന്നു. ഒരു മനുഷ്യൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവനെ ചക്കയോ മാങ്ങയോ തുന്നിച്ചു നോക്കാം ഇവന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത്. ഞാൻ സുരേഷ് വ്യക്തതയില്ലാതെ ഇത്തരം സർട്ടിഫിക്കറ്റ് കൊടുക്കാനും മെറിറ്റ് അട്ടിമറിച്ച് നിയമനം നടത്താനും ഒക്കെയുള്ള വകുപ്പ് കോൺഗ്രസിലുണ്ടോ? അല്ല, അതിപ്പോ ഷാനീബ് പറഞ്ഞല്ലേ, ഷാനീബിനും ഇതേ മാർഗമൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നല്ലോ. ഈ മെറിറ്റൊക്കെ അട്ടിമറിക്കാനുള്ള വഴിയുണ്ടായെങ്കിൽ മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ടൊക്കെ അദ്ദേഹത്തിന് നേതാവാകാമല്ലോ. അപ്പൊ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി കഴിയുമ്പോഴത്തേക്കും ആളുകൾക്ക് മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടു, ഇല്ലെങ്കിൽ ഇതൊക്കെ ആണ്. ഞാൻ സുരേഷ് പറഞ്ഞ കാര്യത്തിൽ വളരെ കൗതുകത്തോടെ സുരേഷിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചോദ്യമുണ്ട് ശ്രീ സേനാപതി വേണു. അപ്പോ നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നതാണല്ലോ പറയുന്നത്. ഈ പരാതിയിൽ ഉൾപ്പെടെ പറയുന്ന ഒരു വ്യക്തി ഫെനി നൈനാൻ എന്നൊരു വ്യക്തിയെ താങ്കൾക്ക് അറിയുമോ? എനിക്കറിയില്ല. ഫെനി നൈനാനെ എനിക്കറിയത്തില്ല. ഫെനി നൈനാനുമായിട്ട് വ്യക്തിപരമായി എനിക്ക് പരിചയവുമില്ല. അടൂർ നഗരസഭയിലെ പോത്ത് 8-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു അയാൾ. നാട്ടുകാരുടെ ബുദ്ധി കൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അറിയോ ഫെനി നൈനാനെ? ഈ പരാതിയിൽ പരാമർശിച്ച കാര്യം താങ്കൾക്കറിയാമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ 10-20,000-ഓളം വാർഡുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ എവിടെയൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഏതൊക്കെ വാർഡുകളിൽ മത്സരിക്കുന്ന ആളുകളെ ഒന്നും എനിക്കും അറിയില്ല ശ്രീ സേനാപതി വേണു. എനിക്ക് ഫെനി നൈനാനെ അറിയാവുന്നത് രണ്ടാമത്തെ പരാതിക്കാരി അവരുടെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അവരെ ഹോം സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടുകാരൻ ഈ ഇമാതിരി തെമാടിത്തരത്തിന് കൂട്ടുനിൽക്കുന്ന പ്രതിയാണ് ഫെനി നൈനാൻ എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഫെനി നൈനാൻ അടൂരിൽ മത്സരിച്ചത്. കോൺഗ്രസ് ചിഹ്നത്തിലാണ്. താങ്കൾക്ക് ഇപ്പോഴും പരിശോധിക്കാം അദ്ദേഹത്തിന്റെ പ്രചരണ ബോർഡുകൾ എന്തായിരുന്നു എന്നത്. എല്ലാം ചെയ്തു, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവരാണ് ഫെനി നൈനാനെ അവിടെ മത്സരിപ്പിച്ചത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഉത്തര കൊറിയയിലാണ് എങ്കിൽ നമുക്കിപ്പോ വെടിവെച്ചു കൊല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ. മത്സരിപ്പിക്കാതിരിക്കാമല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിന് വേണ്ടി എന്തൊക്കെ പിടിവലികൾ നടക്കുന്നുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ഓൾറെഡി മത്സരിച്ചു, തെരഞ്ഞെടുപ്പിൽ ജയിച്ചയാളെ തിരിച്ചു വിളിക്കാൻ ജനാധിപത്യ നിയമത്തിൽ മാർഗമില്ല, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മാർഗമില്ല. ആ മാർഗം സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. ഇനി താങ്കൾ ആ പറഞ്ഞത് ഞാൻ സ്വീകരിച്ചു, നിങ്ങളുടെ നേതാക്കൾ പറയുന്നതും സ്വീകരിച്ചു. ഞാൻ ഇപ്പോൾ ചോദിച്ചത് എന്താണ്, ഫെനി നൈനാൻ എങ്ങനെ അടൂരിൽ ഈ പോത്ത് 8-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി എന്നതാണ്. അയാളുടെ പേര് 2-ാം പരാതിക്കാരിയുടെ പരാതിയിൽ പറയുന്നതാണ്. അയാൾ അതിന് എന്ത് തരം പ്രവൃത്തിയാണ് ചെയ്തതെന്നുള്ളത് പറഞ്ഞതാണ്. ഈ പരാതിയിൽ പറയുന്നുണ്ട്, ചൂരൽമല നിവാസികളുടെ ദുരന്തം വരെ വിറ്റ് ഇതുപോലെ ദുരന്തം അനുഭവിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കാമദ്രോഹിയുടെ പ്രവർത്തികൾ മൂലം ദുരന്തം അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരിൽ നിന്ന് വരെ പണപ്പിരിവ് നടത്തിയിരിക്കുന്നു. അയാളെയാണ് നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത്. നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അപ്പോ അല്ല, കോൺഗ്രസും അവരുടെ പാർട്ടിയും ഒക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റിക്ക് ഒരു കോർ കമ്മിറ്റി ഉണ്ട്. ആ കോർ കമ്മിറ്റിയിൽ വിജയസാധ്യത ഉള്ളവർ ആരാണോ, അപ്പോൾ അദ്ദേഹം മത്സരിച്ച ആ മണ്ഡലത്തിലെ UDFന്റെ കോർ കമ്മിറ്റി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി അവർ സ്ഥാനാർത്ഥിത്വം കൊടുത്തു. ആ സ്ഥാനാർത്ഥിത്വമാണ് അതിനകത്ത് ഇപ്പോൾ KPCCക്ക് പങ്കുണ്ടോ അല്ലെങ്കിൽ AICCക്ക് പങ്കുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും പങ്കില്ല. അങ്ങനെ ഒരു പങ്ക് വരുത്താനും കഴിയത്തില്ല. കാരണം ഇത്രയും അധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ
പാർട്ടിയുടെ പ്രാദേശിക ഘടകം ഒരാളെ ശുപാർശ ചെയ്താൽ അയാൾക്ക് ജില്ലാ കമ്മിറ്റി എന്താ പറയുക ചിഹ്നം കൊടുക്കും, പാർട്ടിയുടെ ചിഹ്നം അനുവദിച്ചു കൊടുക്കും, അയാൾ താങ്കൾ മത്സരിക്കും വളരെ എന്നുള്ളത്. ബുദ്ധിമുട്ടുന്നുണ്ട് അതിന്റെ മറുപടി പറഞ്ഞു തീർക്കാൻ. ഞാൻ സേനാപതിയിലേക്ക് വരാം. താങ്കൾ തുടരൂ. ശ്രീ നിസാം സെയ്ദ്, നോക്കൂ, ഫെനി നൈനാൻ ആ രണ്ടാമത്തെ പരാതിയിൽ അയാളുടെ പേര് വ്യക്തമായിരുന്നു. ഈ മൂന്നാമത്തെ പരാതിയിലും വ്യക്തമാണ്. ചൂരൽമല ദുരന്ത ബാധിതരുടെ പേരിൽ വരെ പണപ്പിരിവ് നടത്തി. അയാളെ ഈ പാർട്ടിയിൽ വെച്ച് അടൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്ന പാർട്ടിക്ക് ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? രേണുവിന്റെ ക്രോണോളജിയിൽ ഒരു പ്രശ്നമുണ്ട്. രേണു സംഭവത്തിന്റെ കാലഗതി പറയുന്നതിൽ ഒരു തെറ്റുണ്ട്. ഫെനി നൈനാനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അയാൾ ഒരു കേസിലും പ്രതിയല്ല. അയാളെ കുറിച്ച് ഒരു പരാതിയും വന്നിട്ടില്ല. അയാൾ സ്ഥാനാർത്ഥിയായി അയാളുടെ നോമിനേഷൻ അംഗീകരിച്ച് അയാൾ പ്രചരണ രംഗത്ത് നിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ പരാതി വരുന്നത്. ആ രണ്ടാമത്തെ പരാതി വന്നു കഴിയുമ്പോൾ അപ്പോൾ അയാൾ ഓൾറെഡി സ്ഥാനാർത്ഥിയാണ്, അയാൾ മത്സര രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുൻപാണ് ഈ രണ്ടാമത്തെ പരാതി വരുന്നത്. അപ്പോൾ അയാൾ ഓൾറെഡി കൈപ്പത്തി ചിഹ്നം അനുവദിച്ചു കഴിഞ്ഞു. അയാളെ മത്സര രംഗത്ത് നിന്ന് മാറ്റാൻ കഴിയില്ല. അപ്പൊ അത് രേണുവിന് വന്ന തെറ്റാണ്. കോൺഗ്രസിന് വന്ന തെറ്റല്ല. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി തദ്ദേശ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് എത്രയും മുമ്പ് തന്നെ ഉണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്തത സഹചാരികൾ ആരാണെന്നും ഈ ക്രൈമിന് രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ അല്ല നിസാം സെയ്ദ്, ഞാൻ പറയട്ടെ. താങ്കൾ പറഞ്ഞത് അത് അപ്പോൾ ഓൾറെഡി ആയിരുന്നു കൈപ്പത്തി ചിഹ്നം അംഗീകരിച്ച് കൊടുത്തു കഴിഞ്ഞിരുന്നു. അയാൾ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞിരുന്നു. അത് കോൺഗ്രസ് പാർട്ടിക്ക് അത് അയാൾ പ്രതിയാകുന്നത് അയാൾ സ്ഥാനാർത്ഥിയായതിനു ശേഷമാണ്. ശ്രീ നിസാം സെയ്ദ്, അത് ഞാൻ ചോദിച്ചത് ആദ്യ പരാതി, രണ്ടാം പരാതി, ഇതൊക്കെ ആദ്യ പരാതി നമുക്ക് മുന്നിലുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്തത സഹചാരികൾ ആരെന്നും ഇമാതിരിയുള്ള പ്രവർത്തികൾക്ക് രാഹുലിന് കൂട്ടുനിൽക്കുന്നതും ഹോട്ടൽ മുറി അറേഞ്ച് ചെയ്യുന്നതും അവിടെ സ്ത്രീകളെ പറഞ്ഞു പറ്റിച്ച് കൊണ്ടെത്തിക്കുന്നതും ആരാണെന്ന് പാർട്ടിക്ക് ഒരു അറിവുമില്ലായിരുന്നു. ഓക്കെ, അത് രേണു വസ്തുതകളെ വളച്ചൊടിക്കരുത്. സൗകര്യത്തിന് വേണ്ടി രേണു വാദിക്കരുത്. ഒന്നാമത്തെ പരാതിയിൽ ഫെനി നൈനാന്റെ പേരുണ്ടോ? ഫെനി നൈനാൻ പ്രതിസ്ഥാനത്താണോ? അല്ല. രണ്ടാമത്തെ പരാതി വരുന്നത് എപ്പോഴാണ്? നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിഹ്നം അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രചാരണ രംഗത്ത് നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ഉള്ള യാതൊരു വിധമായ നിയമപരമായ സാധ്യതയുമില്ല. നിസാം സെയ്ദ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ശബ്ദ സംഭാഷണത്തിലാണല്ലോ നടപടിയെടുത്തത്. ഫെനി നൈനാനെതിരെ പരാതി നൽകണം. ഓക്കെ, നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ രണ്ട് പരാതിയിൽ ഫെനി നൈനാന്റെ പേരുണ്ടല്ലോ. ഫെനി നൈനാൻ കോൺഗ്രസിൽ തന്നെയല്ലേ ഉള്ളത്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.